നമസ്കാരം. ഓറ കരിയർ ഗൈഡൻസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ സ്റ്റഡി അബ്രോഡിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡായിട്ട് മൂന്ന് എപ്പിസോഡുകൾ ചെയ്യുകയുണ്ടായി. അത് സ്ട്രീം ചെയ്ത ഡേറ്റ്സ് ഒക്ടോബർ 27, ഒക്ടോബർ 29, ഒക്ടോബർ 31 ഇന്നലെ 9 മണിക്ക് രാത്രി. പിന്നെ എപ്പോഴും പറയാറുള്ള പോലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഓറ കരിയർ ഗൈഡൻസ് എന്ന സ്ഥാപനം ഒരു സ്റ്റഡി അബ്രോഡ് കൺസൾട്ടൻസിയാണ്. ഞങ്ങൾ ബാംഗ്ലൂർ പ്രവർത്തിക്കുന്ന എഡി മൈൽ സ്റ്റോൺസിൻ്റെ ചാനൽ പാർട്ട്നേഴ്സാണ്. മുകളിൽ ഞങ്ങളുടെ വെബ്സൈറ്റും ഇമെയിൽ ഐ ഡിയും എൻ്റെ പേഴ്സണൽ ഫോൺ നമ്പറുകളും കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ഫോൺ നമ്പർ നേരിട്ട് എന്നെ ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ മെയിൽ അയക്കുകയോ ചെയ്യാം. കോഴ്സുകളെക്കുറിച്ചെല്ലാം വളരെ ഡീറ്റെയിൽഡായിട്ട് ഞാൻ ഏതാണ്ട് 105 എപ്പിസോഡുകൾ ചെയ്തിട്ടുണ്ട്. പല വീഡിയോസിലും ഞങ്ങൾ ഓഫർ ചെയ്യുന്ന കോഴ്സുകൾ ഏതെല്ലാം രാജ്യങ്ങളിലാണ് ഞങ്ങൾ സ്പ്രെഡ് ഔട്ട് ചെയ്തിരിക്കുന്നത്, ഇന്ത്യയിൽ ഏതെല്ലാം കോളേജുകളിൽ ഓഫ്ലൈൻ ഓൺലൈൻ കോഴ്സുകൾ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽഡായിട്ട് പല വീഡിയോകളിലും പറയുന്നുണ്ട്. അത് ഈ വീഡിയോയിൽ ഞാൻ ആവർത്തിക്കുന്നില്ല എന്ന് മാത്രം. കാരണം പറഞ്ഞ കാര്യങ്ങൾ തന്നെ പിന്നെയും പറഞ്ഞ് ഉള്ള വ്യൂവേഴ്സിനെ പോലും മുഷിപ്പിക്കേണ്ട എന്ന് വെച്ചിട്ടാണ് ഞാനത് പറയാത്തത്. അപ്പോൾ വളരെ ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ്. സ്റ്റഡി അബ്രോഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പേർപ്പസ്. അത് വളരെ 3 എപ്പിസോഡുകൾ ചെയ്തിട്ട് പോലും വ്യൂവേഴ്സ് വളരെ മോശമായിരുന്നു. ഇതിനു മുമ്പ് ഞാൻ ഒരു അമേരിക്കൻ ഇഡിയംസിനെ കുറിച്ച് ചെയ്തപ്പോൾ അതിന് കുറച്ചുകൂടി വ്യൂസ് കൂടുതലായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു എൻ്റെ വ്യൂവേഴ്സിന് പ്യുവർലി സ്റ്റഡി അബ്രോഡ് ടോപ്പിക്സ് ഈ ചാനലിലൂടെ കേൾക്കാൻ താല്പര്യമില്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഒരുപക്ഷെ ധാരാളം സ്റ്റഡി അബ്രോഡ് ചാനലുകൾ ഉള്ളതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ വിവരിച്ചു തരുന്ന രീതിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടായിരിക്കാം, എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ ഐ എം എ വെരി പോസിറ്റീവ് മൈൻഡഡ് പേഴ്സൺ ആൻഡ് ഐ സ്റ്റിൽ ബിലീവ് ഓവർ ദ ടൈം ഓറ കരിയർ ഗൈഡൻസ് എന്ന യൂട്യൂബ് ചാനൽ ജനങ്ങൾ 2 കൈയും നീട്ടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, എൻ്റെ വിശ്വാസം എന്നെ നയിക്കട്ടെ എന്നല്ലേ എനിക്ക് പറയാൻ പറ്റൂ. ഓക്കെ, മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞു അമേരിക്കൻ ഇഡിയംസ് പറഞ്ഞപ്പോൾ കുറച്ചുകൂടി വ്യൂവർഷിപ്പ് കൂടുതലായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇംഗ്ലീഷിലെ മറ്റൊരു പ്രൊനൗൺസിയേഷനിലെ ഒരു കാര്യമാണ്. ബിയിൽ എൻഡ് ചെയ്യുന്ന വേർഡ്സിൽ ബി സൈലൻ്റാണ്. ഒരു പക്ഷേ ധാരാളം പേർക്ക് ഇത് അറിയുന്നുണ്ടാവും. ഇത് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫോർ എക്സാമ്പിൾ വീട്ടിൽ പൈപ്പ് ശരിയാക്കാൻ വരുന്ന ആളെ നമ്മൾ എന്താ വിളിക്കുക? പ്ലംബർ അല്ല, പ്ലംബർ. അവിടെ ബി സൈലൻ്റാണ്. WOMB വൂം. മല കയറുക CLIMB ക്ലൈം. പിന്നെന്താ? മുടി ചീകാൻ യൂസ് ചെയ്യുന്ന ആ സാധനം COMB കോം. ലിംബ് LIMB ഉണ്ട്, അവിടെയും ബി സൈലൻ്റാണ്. കോം, പ്ലംബർ, വൂം. പിന്നെ മറ്റൊരു കാര്യം, ഇത് THUMB നമ്മൾ പറയുമ്പോൾ അവിടെ ബി സൈലൻ്റാണ്. തം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. അതെൻ്റെ വ്യൂവേഴ്സായിട്ട് ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇത്തരം ടോപ്പിക്കുകളാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കമൻസിൽ അറിയിക്കൂ. പ്യുവർലി സ്റ്റഡി അബ്രോഡ് ടോപ്പിക്സ് നിങ്ങൾക്ക് സ്വീകാര്യമല്ലെങ്കിൽ അത് നിങ്ങൾ നിങ്ങളുടെ കമൻസിൽ അറിയിക്കൂ. ഈ ടോപ്പിക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യൂ. ഓക്കെ, വേറെ ഒന്നും പറയാനില്ല. താങ്ക് യു.